അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠം. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തുഹൂറ. വഅൻസൽനാ മിനസ്സമാഇ, വാനലോകത്ത് നിന്ന് നാം ഇറക്കി, നാം വർഷിപ്പിച്ചു, മാഅൻ തുഹൂറൻ, ശുദ്ധമായ വെള്ളത്തെ നാം ഇറക്കി. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത് വെള്ളങ്ങളെക്കുറിച്ചാണ്. തുഹൂറായ വെള്ളം, തോഹിറായ വെള്ളം, മുസ്തഅമലായ വെള്ളം, മുത്തനജിസായ വെള്ളം. ഈ വെള്ളങ്ങളെക്കുറിച്ച് ഇത് ഏതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്താൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഒരാൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ കടൽ യാത്ര ചെയ്യുന്നവരാണ്, കുറച്ച് വെള്ളം മാത്രമേ കൂടെയെടുക്കാറുള്ളൂ. ആ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ദാഹിച്ചവശരാകും. കടൽ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, കടൽ വെള്ളം തൊഹൂറാണ്. കടൽ ജീവികളുടെ ശവങ്ങൾ ഹലാലുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിക്കുകയാണ് നബി തങ്ങളോട്, ഞങ്ങൾ കടൽ യാത്രക്കാരാണ്, ഞങ്ങൾക്ക് കുടിക്കാനുള്ള കുറച്ച് വെള്ളം ഞങ്ങളെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ വെള്ളം കൊണ്ട് ഞങ്ങൾ ഒതു എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ദാഹിച്ച് വലയും, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് കടൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒതു എടുക്കാൻ പറ്റുമോ എന്നാണ് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കടൽ വെള്ളം ഉപയോഗിച്ച് ഒതു ചെയ്യാം. കടൽ വെള്ളം തൊഹൂറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ കടൽ ജീവികളുടെ ശവങ്ങൾ ഹലാലുമാണ്. കടൽ ജീവികളുടെ ശവങ്ങൾ എന്ന് പറഞ്ഞാൽ ചത്തതിനെ കുറിച്ചാണുള്ള ശവം എന്നറിയാം. അപ്പോൾ കടൽ ജീവികളിൽ നിന്ന് ചത്ത ജീവികൾ, കടൽ ജീവികളുടെ ശവങ്ങൾ, ചത്തത്, അതെന്ത് ചെയ്യാൻ നമുക്ക് ഭക്ഷിക്കാം, ഭക്ഷ്യയോഗ്യമാണ്, അത് ഹലാലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കടൽ ജീവികളുടെ ശവങ്ങൾ ഹലാലുമാണ്. ഇനി സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. എന്താണ് തൊഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. ഇതിന് മുത്തലഖായ വെള്ളം എന്നും പറയും. ഇതിൻ്റെ തൊഹൂറായ വെള്ളത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തലഖായ വെള്ളം. എന്നാൽ നാരങ്ങ നീര് പോലെയുള്ള വസ്തു കലർന്ന വെള്ളമെന്ന് പറയാൻ പറ്റാത്ത വിധം ഗുണവ്യത്യാസമുണ്ടായാൽ അത് തൊഹൂറായ വെള്ളമല്ല. എന്താ പറഞ്ഞത്? എന്നാൽ നാരങ്ങ നീര് പോലെയുള്ള വസ്തു കലർന്ന് വെള്ളമെന്ന് പറയാൻ പറ്റാത്ത വിധം ഗുണവ്യത്യാസമുണ്ടായാൽ അത് തൊഹൂറായ വെള്ളമല്ല. അത് ഏത് വെള്ളമാണ്? അപ്പോൾ തോഹിറായ വെള്ളമാണ്. അതിനാൽ അത് ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. ഏത്? ഈ നാരങ്ങ കലർന്ന വെള്ളം ഉണ്ടല്ലോ, അത് ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. നാരങ്ങ കലർന്നു, ഇനി വെള്ളമെന്ന് പേര് പറയാൻ പറ്റാത്ത രൂപത്തിൽ അതിലെന്തായിട്ടുണ്ട്? ഗുണവ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ അത് ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. അപ്രകാരം ഗുണവ്യത്യാസമുണ്ടായിട്ടില്ലെങ്കിൽ അതുപയോഗിച്ച് ശുദ്ധി ചെയ്യാവുന്നതാണ്. നാരങ്ങ നീര് അതിൽ സംഭവിച്ചു, എന്നാൽ അതിന് ഗുണവ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അതുപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യാം? ശുദ്ധീകരണം ചെയ്യാം. വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം എന്ന് പറഞ്ഞാൽ നിറം, രുചിയും വാസന, ഇത് മൂന്നും വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മൂന്നിലേതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം എന്ന പേര് പോയി. അപ്പോൾ അതിന് ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. നേരെ മറിച്ച് വെള്ളത്തിലേക്ക് നാരങ്ങ നീര് സംഭവിച്ചെങ്കിലും അതിൻ്റെ ഗുണവ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ശുദ്ധീകരണം ചെയ്യാവുന്നതാണ്. ഇനി കരിക്കിൻ വെള്ളം, പനിനീർ വെള്ളം തുടങ്ങിയ ത്വാഹിറായ വെള്ളവും ശുദ്ധീകരണത്തിന് പറ്റില്ല. കരിക്കിൻ വെള്ളം പറ്റൂല. പനിനീർ വെള്ളം തുടങ്ങിയ ത്വാഹിറായ വെള്ളവും ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. അപ്പോൾ ത്വാഹിറായ വെള്ളങ്ങൾ എന്ത് ചെയ്യുകയില്ല? ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. സ്വയം ശുദ്ധിയുണ്ടെങ്കിലും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ അവക്ക് കഴിയില്ല. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ അശുദ്ധിയെയും നജസിനെയും ശുദ്ധിയാക്കാൻ എന്തില്ല? ത്വാഹിറായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ കഴിയുകയില്ല. എന്നാൽ കെട്ടി നിന്നതുകൊണ്ടോ സമീപത്ത് മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീണതുകൊണ്ടോ മരത്തടി പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിലിട്ടോ കുളച്ചണ്ടി, മണ്ണ് തുടങ്ങിയവ കലർന്നോ ഗുണവ്യത്യാസമുണ്ടായാൽ കുഴപ്പമില്ല, അത് തൊഹൂറായ വെള്ളം തന്നെയാണ്. എന്താ പറഞ്ഞത്? എന്നാൽ കെട്ടി നിന്നുകൊണ്ട് വെള്ളം വെള്ളം ഇങ്ങനെ ഒരു കുളത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന വെള്ളത്തിന് ഒരു പകർച്ച സംഭവിക്കും, ഒരു വാസനയ്ക്ക് വരും, വെള്ളത്തിന് അല്ലെങ്കിൽ നിറവ്യത്യാസമൊക്കെ വരും. അങ്ങനെ കെട്ടി നിന്നത് കൊണ്ടോ സമീപത്ത് മരത്തിലെ ഇലകൾ കൊഴിഞ്ഞ് വീണത് കൊണ്ടോ, ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് അതിൻ്റെ അടുത്തുള്ള മരങ്ങളിൽ നിന്നുള്ള ഇലകളൊക്കെ വീണിട്ട് ആ വെള്ളത്തിൻ്റെ വാസനയ്ക്കും രുചിക്കൊക്കെ വ്യത്യാസം വന്നു, കളറൊക്കെ മാറി, അതുകൊണ്ടോ, അല്ലെങ്കിൽ മരത്തടി പോലുള്ള വസ്തുക്കൾ വെള്ളത്തിലിട്ടോ, മരം
പിന്നെ നമ്മൾ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന മരങ്ങൾ എന്ത് ചെയ്യും, വെള്ളത്തിലിടും അതിൻ്റെ കറ കളയാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ടത് കാരണത്താലോ വെള്ളത്തിന് പകർച്ച വന്നാൽ, അല്ലെങ്കിൽ കുളച്ചണ്ടി, മണ്ണ് തുടങ്ങിയവ ഇങ്ങനെയുള്ള വസ്തുക്കൾ കലർന്നുകൊണ്ടോ വെള്ളത്തിന് ഗുണവ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. അങ്ങനെ ഗുണവ്യത്യാസം വന്നാൽ എന്തില്ല, കുഴപ്പമില്ല, അത് തൊഹൂറായ വെള്ളം തന്നെയാണ്. മുസ്തഅമലായ വെള്ളം തൊഹൂറല്ല. മുസ്തഅമലായ വെള്ളം തൊഹൂറല്ല. അപ്പോൾ എന്താ മുസ്തഅമൽ? അതാണ് പറയുന്നത്, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഅമൽ. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണ് ഇത് മുസ്തഅമൽ. ഉദാഹരണത്തിന് വുളൂഇൽ പറയുന്നുണ്ട്, വുളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലാണ്. നമ്മൾ വുളൂഇൽ മുഖം കഴുകിയ വെള്ളം, ആ വെള്ളം ഏതൊരു പാത്രത്തിലേക്ക് ശേഖരിച്ചു, എന്നാൽ ആ വെള്ളം എന്താണ്, മുസ്തഅമലാണ്. ശേഖരിച്ചാലും ഇല്ലെങ്കിലും ആ വെള്ളം എന്താണ്, മുസ്തഅമലാണ്. ഫർളായ അവയവം കഴുകിയ വെള്ളം എന്താണ്, മുസ്തഅമലാണ്. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണിത് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ വുളൂഇൽ മുഖം കഴുകിയ വെള്ളം മുസ്തഅമലാണ്. അതിനാൽ അത് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. ആ മുസ്തഅമലായ വെള്ളം, മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ച് ഇനി അതുകൊണ്ട് എന്ത് ചെയ്യുക, കൈ കഴുകുക. കൈ കഴുകൽ ഫർളല്ലേ. അപ്പോൾ ഫർളായ അവയവത്തെ കഴുകണം എന്നുണ്ടെങ്കിൽ ആ വെള്ളം പറ്റൂല. കാരണം എന്താണ്, അത് മുസ്തഅമലായ വെള്ളമാണ്. വെള്ളം 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ മുസ്തഅമലാവുകയുള്ളൂ. വെള്ളം 2 കുല്ലത്തിൽ എന്ന് പറഞ്ഞാൽ 191 ലിറ്റർ, ആ വെള്ളത്തിൽ കുറവാണ് വെള്ളമെങ്കിൽ നമ്മുടെ മുസ്തഅമലായ വെള്ളം അതിലേക്ക് സംഭവിച്ചു, ഫർള് കഴുകിയ വെള്ളം അതിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും, മുസ്തഅമലാകും. 2 കുല്ലത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതുകൊണ്ട് പിന്നെ മറ്റു ഫർളായ അവയവങ്ങളും കഴുകാവുന്നതാണ്. 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളമാണെങ്കിലാണ് പറഞ്ഞത് മുസ്തഅമലാകുമെന്ന് പറഞ്ഞത്. 2 കുല്ലത്തിൽ കൂടുതലുണ്ടെങ്കിൽ മുസ്തഅമലാവുകയില്ല. ഉദാഹരണത്തിന് 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് നമ്മൾ ഒതു എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഖം കഴുകിയ വെള്ളം അതിലേക്ക് ചാടി, കുഴപ്പമില്ല. കാരണം എന്താ, 191 ലിറ്ററും അതിൽ കൂടുതലുണ്ട് ആ വെള്ളം, അതുകൊണ്ട് ആ വെള്ളം മുസ്തഅമലാവുകയില്ല. നേരെ മറിച്ച് അതിലേറെ കുറഞ്ഞതാണ്, 150 ലിറ്റർ വെള്ളമേ ഉള്ളൂ. അതിൽ നിന്ന് ഒതു എടുക്കുന്ന സമയത്താണ് നമ്മുടെ മുഖം കഴുകിയ വെള്ളം അതിലേക്ക്, അല്ലെങ്കിൽ കൈ കഴുകിയ വെള്ളം അതിലേക്ക് ആകുന്നതെങ്കിൽ ആ വെള്ളം മുസ്തഅമലാകും. ഇനി അത് ഫർളിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല. എന്നാൽ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഇഗ്തിറാഫിൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈകൊണ്ട് കോരിയെടുത്താൽ അത് മുസ്തഅമലാവുകയില്ല. 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം, ഒരു ബക്കറ്റിലെ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ മുഖം കഴുകി, ഇനി രണ്ടാമത് കൈ അതിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എന്തിൻ്റെ നിയ്യത്ത് ചെയ്യുക, ഇഖ്തിറാഫിൻ്റെ നിയ്യത്ത് ചെയ്യുക. ഞാൻ കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് അതിലേക്ക് കൈയിട്ടാൽ ആ വെള്ളം ചെയ്യുകയില്ല, മുസ്തഅമലാവുകയില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളൊക്കെ ഫർളായ കുളികളൊക്കെ കുളിക്കുന്ന സമയത്ത്, ഹൈദ് നിഫാസുകാരൻ ജനാബത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബക്കറ്റിൽ നിന്ന്, സാധാരണ ഇപ്പോൾ ഷവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുളിക്കാറ്. അപ്പോൾ ഷവർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമില്ല, മുസ്തഅമലാവില്ല. പക്ഷേ ബക്കറ്റിൽ നിന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പാത്രങ്ങളിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം കഴുകിയ വെള്ളത്തിൽ നിന്നൊരു തുള്ളി അതിലേക്ക് ഉറ്റിയാൽ എന്താകും, ആ വെള്ളം മുസ്തഅമലായിട്ട് മാറും. പിന്നീട് അത് ഉപയോഗിച്ചാൽ ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യുകയില്ല, അത് പറ്റുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഇഖ്തിറാഫിൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കോരിയെടുത്താൽ അതെന്താവില്ല, മുസ്തഅമലാവില്ല. അപ്പോൾ നമ്മൾ ഫർളായ അവയവം കഴുകി, നമ്മളെ കയ്യിൽ എന്തുണ്ട്, വെള്ളമുണ്ടല്ലോ, മുഖം കഴുകിയ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇഖ്തിറാഫിൻ്റെ നിയ്യത്തില്ലാതെ അതിലേക്ക് കൈയിട്ടാൽ ആ വെള്ളം മുസ്തഅമലാകും. നേരെ മറിച്ച് ഇഖ്തിറാഫിൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട്, കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് അവൻ ഉപയോഗിച്ചാൽ ആ വെള്ളം മുസ്തഅമലാവുകയില്ല. മുസ്തഅമലായ വെള്ളം കലർന്ന വെള്ളത്തിന് നാരങ്ങ നീര് കലർന്ന വെള്ളത്തിൻ്റെ വിധിയാണ്. മുസ്തഅമലായ വെള്ളം കലർന്ന വെള്ളം, മുസ്തഅമലായ ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഒരു പാത്രത്തിലുണ്ട്, ആ ഒരു ശുദ്ധമായ വെള്ളമുണ്ട്, ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു, ഫർദിൽ ഉപയോഗിച്ച വെള്ളം ചേർന്നു. എന്നാൽ ആ വെള്ളം ഏതുപോലെയാണ്, നാരങ്ങ കലർന്ന വെള്ളത്തിൻ്റെ വിധിയാണ്. നാരങ്ങ കലർന്ന വെള്ളത്തിൻ്റെ വിധിയാണ്. അഥവാ വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന് യോഗ്യമല്ല. അതായത് മുസ്തഅമലായ വെള്ളം അതിലേക്ക് സംഭവിച്ചു, ഒരു പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് സംഭവിച്ചു, അതേ രൂപത്തിൽ അത്രത്തോളം വെള്ളം, അതായത് മുസ്തഅമലായ വെള്ളം എത്രയാണോ അതിലേക്ക് ആയത്, അതേ രൂപത്തിൽ ഒരു നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചാൽ ആ വെള്ളത്തിന് ഗുണവ്യത്യാസം സംഭവിക്കുമോ? അങ്ങനെ വെള്ളമെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ അതിന് ഗുണവ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. നേരെ മറിച്ച് ഗുണവ്യത്യാസം വന്നിട്ടില്ലെങ്കിലോ, അത്രത്തോളം നാരങ്ങ നീര് ആ വെള്ളത്തിലേക്ക് സംഭവിച്ചാൽ ആ വെള്ളത്തിന് ഗുണവ്യത്യാസവും സംഭവിക്കുകയില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം, ശുദ്ധീകരണം പറ്റും. എന്നാൽ 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ മുസ്തഅമലായ വെള്ളം കലർന്നാൽ പ്രശ്നമില്ല. 2 കുല്ലത്ത് അഥവാ 191 ലിറ്റർ വെള്ളം, ആ വെള്ളത്തിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വെള്ളത്തിലോ എന്ത് സംഭവിച്ചു, മുസ്തഅമലായ വെള്ളം കലർന്നാൽ അത് പ്രശ്നമില്ല, അതുകൊണ്ട് ശുദ്ധീകരണം പറ്റും.
ഏകദേശം 191 ലിറ്റർ വെള്ളമാണ് 2 കൊല്ലത്ത്, അഥവാ 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രം നിറയെയുള്ള വെള്ളം 2 കൊല്ലത്തുണ്ടാകും. 191 ലിറ്റർ എന്ന് പറഞ്ഞു. ഇനി അത് ആഴം വീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതാ പറഞ്ഞത്, അഥവാ 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രം നിറയുള്ള വെള്ളം 2 കൊല്ലത്തുണ്ടാകും. അപ്പോൾ 1.25 മുഴം നീളമുണ്ട്, വീതിയുണ്ട്, ആഴമുണ്ട്. അങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളമുണ്ടോ, ആ വെള്ളം എത്ര ഉണ്ടാവും? 2 കൊല്ലത്ത് വെള്ളം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇനി 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസായാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസായാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല. 2 കൊല്ലത്തിൽ താഴെ 191 ലിറ്റർ വെള്ളമില്ല, അതിനേക്കാൾ താഴെയാണുള്ളത്. എന്നാൽ അതിൽ നജസ് സംഭവിച്ചാൽ അതെന്തിന് പറ്റൂല? ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. 2 കൊല്ലത്തെ വെള്ളത്തിൽ നജസായത് കാരണം വെള്ളത്തിൻ്റെ നിറം, മണം, രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല. 2 കൊല്ലത്തോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വെള്ളമുണ്ട്, പക്ഷേ അതിൽ നജസ് സംഭവിച്ചു എന്നതുകൊണ്ട് ആ വെള്ളം എന്താവില്ല, മുത്തനജസ് ആകൂല, ശുദ്ധീകരണത്തിന് പറ്റാതിരിക്കുകയില്ല. എപ്പോഴാണ് പറ്റാതിരിക്കുക? അതിൻ്റെ നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെട്ടു. അങ്ങനെ അത് വ്യത്യാസപ്പെട്ടാൽ അതിന് എന്തിനു പറ്റൂല? ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. എന്നാൽ 2 കൊല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം ഇല്ലാതെയായാൽ അതുപയോഗിച്ച് ശുദ്ധീകരണം നടത്താവുന്നതാണ്. 2 കൊല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളത്തിൽ എന്ത് ചെയ്തു? നജസ് സംഭവിച്ചു. അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം വന്നു, നിറം, രുചി, വാസന ഇതൊക്കെ മാറിയിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത്, 2-3 ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ആ വാസനയും കാര്യങ്ങളും ഇതൊക്കെ നീങ്ങിപ്പോയി. എന്നാൽ അതെന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാവുന്ന, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാകും. അതായത് 2 കൊല്ലത്തെ വെള്ളം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വെള്ളം, ആ വെള്ളത്തിൽ നജസ് സംഭവിക്കുന്നു, വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പോൾ ആ വെള്ളം ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നജസായ വെള്ളമാണ്. പക്ഷേ ആ 2 കൊല്ലത്തിൽ കൂടുതലോ 2 കൊല്ലത്തിൽ കൂടുതലോ ഉള്ള വെള്ളം, ആ വെള്ളം 2 ദിവസം ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് വേറെ വെള്ളം ചേർത്തത് കൊണ്ടോ ആ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസങ്ങളൊക്കെ മാറി. എന്താണ് അതിൻ്റെ രുചി, മണം, നിറം ഇതൊക്കെ എന്ത് ചെയ്തു? മാറിയെങ്കിൽ, നജസ് സംഭവിച്ചത് കാരണത്താൽ പകർച്ചയായ വെള്ളത്തിന് ആ പകർച്ചയ്ക്ക് അങ്ങോട്ട് നീങ്ങിയാൽ ആ വെള്ളം എന്തിനു ഉപയോഗിക്കാൻ പറ്റും? ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖറ വനഫം വായിച്ച് മനസ്സിലാക്കാൻ. ഇഗ്തിറാഫ് വെള്ളം കോരിയെടുക്കൽ, മുത്ലഖ് എന്ന് പറഞ്ഞാൽ തൊഹൂർ. ഇനി രണ്ടാമത്തെ നുക്കമ്മിൽ പൂരിപ്പിക്കാനുള്ളതാണ്, വിട്ടഭാഗം പൂരിപ്പിക്കുക. 1 തൊഹൂറായ വെള്ളത്തിന് ഡാഷ് എന്നും പറയും, മാഉൻ മുത്ലഖ് എന്നും പറയും. 2 വുളൂഇൽ ഡാഷ് കഴുകിയ വെള്ളം മുസ്തഅമലാണ്, ഫർള് കഴുകിയ വെള്ളം മുസ്തഅമലാണ്. 3 2 കൊല്ലത്ത് വെള്ളം ഏകദേശം ഡാഷ് ലിറ്ററാണ്. എത്ര ലിറ്ററാണ്? 191 ലിറ്റർ. ഇനി മൂന്നാമത്തത് നെസിൽ ചേരുമ്പടി ചേർക്കാനാണ്. ത്വാഹിർ, മുസ്താമലി, 2 കൊല്ലത്ത്, തൊഹൂർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അപ്പുറത്തുണ്ട്, അത് യോജിപ്പിച്ച് എഴുതുക. 1 ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളം. 2 മുസ്താമൽ, ആൻസർ സി, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം. 3 2 കൊല്ലത്ത്, ആൻസർ ഡി ആണ്, 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള പാത്രം നിറയെ ഉള്ളത്. 4 തൊഹൂർ എന്നാൽ എന്ന്, ആൻസർ എ, സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും മറ്റും ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം. ഇനി നാലാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. 1 ഏതാണ് തൊഹൂറായ വെള്ളം? ആൻസർ സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. 2 വെള്ളം മുസ്തഅമലാകും എപ്പോൾ? ആൻസർ ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചാൽ. ഇനി അതിൽ മൂന്നാമത്തേത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്തഅമലാകില്ല എപ്പോൾ? ആൻസർ ഇഗ്തിറാഫിൻ്റെ നിയ്യത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ. 4 മുസ്തഅമലായ വെള്ളം കലർന്ന വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ? മുസ്തഅമലായ വെള്ളം കലർന്ന വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ? ആൻസർ വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ മുസ്തഅമലായ വെള്ളം കലർന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കണം, വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ മുസ്തഅമലായ വെള്ളം കലർന്നിട്ടുണ്ടെങ്കിൽ. 5 മുസ്തഅമലായ വെള്ളം കലർന്നാൽ
പ്രശ്നമില്ല ഏത് വെള്ളത്തിൽ. ആൻസർ 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ. ഇനി ആറാമത്തത് 2 കുല്ലത്ത് വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ. ആൻസർ നജസായത് കാരണം വെള്ളത്തിൻ്റെ നിറം, മണം, രുചി എന്നിവ വ്യത്യാസമായാൽ. ഇനി അഞ്ചാമത്തെ തഖ്സീസ് 1. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് വുളൂ ചെയ്യുന്ന രൂപം ചെയ്ത് കാണിക്കുക. അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാനാണ്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് വുളൂ എടുക്കുമ്പോൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇഖ്തിറാഫിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം വെള്ളം കൈകൊണ്ട് കോരിയെടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് വുളൂ എടുക്കുന്ന രൂപം ക്ലാസ്സിൽ കാണിക്കാനാണ്. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.